നാളെ പോവാ. നാളെ കൂടി വിവരമുണ്ടായിട്ടില്ലെന്നും ഞാനല്ല ഇതൊക്കെ ഇടുന്നത്. പറയാതെ അറിയാതെ നീ പോയ എന്താ പറയാണ്ടും വിളിക്കാണ്ടും ഓടിക്കേറി വന്നാല് പട്ടിണി കിടക്കേണ്ടി വരും. അങ്ങനെ പറയാണ്ട് പിടിക്കാണ്ട് ഓടിക്കേറി വലിഞ്ഞു കയറി വന്നതാണ് ഞാനിപ്പോൾ. നവീപ്പൊക്കെ ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പം ഞാനും പുറകെ ഇങ്ങോട്ട് ഓടി, ചുമ്മാ ഇങ്ങോട്ട് പോന്ന്. അതുകൊണ്ട് അമ്മ ദാ ഇവിടെ ഇപ്പൊ ഉണക്ക് മറക്കുന്നുണ്ട്, പരിപ്പ് കറി വെക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പറപ്പെന്ന് പറഞ്ഞിട്ട് ശീലായിട്ടാ. പിന്നെ കക്ക കണ്ട പറയാണ്ട് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ചുമ്മാ പറയാണ്ട് വരണം. അപ്പൊ ഇവരെന്തെങ്കിലും സീക്രട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ അച്ചടിച്ച് ഞങ്ങൾക്ക് പോകാം. കുഴപ്പമില്ല, പറയാണ്ട് വന്നാലും പറഞ്ഞു വന്നാലും നിങ്ങൾക്കുള്ളത് നമ്മള് തരും. എനിക്ക് വയ്യ. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടാ. പിന്നെ മീറ്റിംഗ് ഇതുവരെ നടന്നിട്ടില്ലാന്ന് തോന്നുന്നു. മീറ്റിങ്ങിന് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും നടക്കട്ടെ, പുട്ടടി എങ്ങനെ നടക്കാം. ഉണക്ക് വറക്കുന്നുണ്ട്, പരിപ്പ് കറിയും വെക്കുന്നുണ്ട്. അവര് പോവാൻ വേണ്ടിട്ട് ഇറങ്ങുന്നുണ്ട്. നെയ്യൊക്കെ അവർ കണ്ണൂരടി പോവാനുണ്ട്. വേണ്ട ഉണക്ക് ഇതെവിടുന്ന് വന്നമ്മേ? ഇത് മടക്കരന്ന് ഇതെവിടുന്ന് വന്നമ്മേ? ഇത് മടക്കരന്ന് വണ്ടിയും പിടിച്ചിട്ട് വന്ന ഉണക്കാണ്. ഇത് 20 വർഷത്തേക്ക് വെച്ച ഉണക്കാണ്. ഇതേക്ക് വേനലിന് തന്നെ, വേനലാണ് പുറത്ത് നല്ല വെയിലാ. ഒരിക്കലും കൂടി വറുത്ത് കഴിയുമ്പോ നത്തല് തീർന്ന്. ചെമ്മീനുണ്ട്. ഇതിപ്പോ ഞങ്ങ തന്നെ വന്ന് തിന്ന് തീർക്കും. ആരായാലും ഉണ്ടായാ മതിയല്ല ആക്കി കൊടുക്കാൻ. അതല്ലേ വേണ്ട. ഉണക്ക് വറക്കട്ടെ. ഇപ്പൊ മീറ്റിങ്ങിന് പോവാണ് കേട്ടാ. ഇവിടെ തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിച്ച് പറക്കിയപ്പോൾ കിട്ടിയതാണ് ലഡ്ഡു. ഇതിന്റെ പകുതി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതവിടെ തന്നെ ഉണ്ട് 6 എണ്ണം. ഷുഗർ കട്ട് ലഡ്ഡു വേണ്ട. പുട്ടിന് നല്ല ടേസ്റ്റ് ആട്ടാ. പുട്ട് തേവിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ പുട്ടിന് ലഡു കുഴച്ചാല് ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടാ പുട്ടും ലഡു. നല്ല കോമ്പിയാ. ഇപ്പൊ മധുരം ആയിരിക്കും വേണ്ട. അമ്മ അതിനിടയിൽ കൂടിയാണ് ഐസ്ക്രീം ആക്കണ കഥ പറഞ്ഞത്. പാലും റസ്കും അല്ലേ? പാലും റസ്കും മാത്രല്ല മിൽക്ക് മെയ്ഡ് ഇടണമെങ്കിൽ കശുവണ്ടി ബദാമൊക്കെ ഇടണം. എന്തെങ്കിലുമൊക്കെ ഇടാ. പറയാൻ നല്ല എളുപ്പമാണ് വാക്കുകൊണ്ട്. പക്ഷെ ഇതൊന്നും ആവൂല. നമ്മളെ സ്ഥിരം പരിപ്പ് കറി. പച്ചനെ എല്ലാം ഇട്ടിട്ടുള്ള പരിപ്പ് കറി. പച്ചനെല്ലാം മുളക് പൊടി, മഞ്ഞപ്പൊടി, പച്ചമുളക്, തക്കാളി എല്ലാം ഇട്ടങ്ങാട് അത്രേ ഉള്ളു. പരിപ്പ് കറിയും ആയി. വേഗം ആവും. നമുക്ക് ചോറിന് റെഡിയായി. അമ്മ ചുവന്ന ക്യൂടെക്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഇവിടെ കൈമേ കണ്ട് അപ്പം വരച്ച് മൊത്തം തിരക്കി വെച്ച്. അയ്യോ തൈരും ഉണ്ടല്ലേ. തൈരിനെ എന്താക്കിയ മിക്സിയിലിട്ട് അരച്ചാമോ എല്ലാം കൂടി ഇതിനകത്തിട്ട് കാന്താരി അരച്ചെടുത്ത്. അപ്പൊ തൈര് സെറ്റായി. പരിപ്പ് കറി ഉണക്ക് വറുത്തിട്ടില്ല. അപ്പൊ അതെല്ലാം. പിന്നെ ഇതാ ഇവിടെ നമ്മളെ ഇളമ്പക്ക ഇരിപ്പുണ്ട് കേട്ടോ. ഇളമ്പക്കൊലത്തിരിപ്പുണ്ട്. ഇതിട്ടൊക്കെ പിന്നെ മതിയല്ല എൻ്റെ അമ്മോ. പക്ഷെ ഇത് എത്രയേ ഉള്ളൂ. ഇളമ്പക്ക ടേസ്റ്റ് നോക്കാൻ നിന്ന് അതിനെ നേരം ഉണ്ടാവും കഴിയത്. പ്രേമക്കുരു ചേട്ടക്ക് ചേട്ടൻ ആരും മോഹിക്കുന്നുണ്ട്. ആരാട്ടെ കയ്യിലൊക്കെ മോഹിക്കുന്നേ? അതെന്നെ ചോദിച്ചത്. ഇതല്ലാണ്ട് ആരും മോഹിക്കാനാ? ഇതില് മോഹിച്ചിട്ടും മതിയാവുന്നില്ലേ? കിടക്കാൻ വേണ്ടി പോകുന്ന ചോറ് തിന്നിട്ട് പോ. ചോറ് മുണങ്ങിട്ട് ഭഗവാനെ ഞാനെടുത്ത് വെച്ച എന്റെ കക്കോലത്ത് കുട്ടികള് മുണങ്ങിയിട്ട് പോവാൻ നിക്കണം. ഞാനത് ആദ്യം തിന്നാന്ന് വിചാരിച്ചാണ്. ആകെ ഒരു സ്പൂണേ ഉള്ളൂ. എന്താട്ടെ രാവിലേക്ക് കക്കോലത്തെ കൂട്ടി പുട്ട് തിന്നാനാ. ഭയങ്കര സംഭവം തന്നെ. പരിപ്പ് കറി ഓൺ ദ വേ ആണ് വന്നോണ്ടിരിക്കുന്നത്. പരിപ്പ് കറി അത് വലിയ താല്പര്യം ഇല്ലാന്ന്. ഈ കക്ക ഉണ്ടാവുമ്പോ എന്തിനാ പരിപ്പ് കറി അല്ലേട്ടെ? പരിപ്പ് കറി. അച്ഛനും ചോറിനാൻ പോകുന്നു. ഇളമ്പക്ക വല്ലത് ഉണ്ടാവോ? അപ്പൊ അവര് എന്തായാലും പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറിനാൻ പോകുന്നു. ഞാനും പിന്നെ നോക്കിയിരുന്നതാണ് ഇത്ര നേരം. ഇപ്പൊ വരുന്നില്ല. വിശക്കണം. ഞമ്മള് ചോറിനാൻ പോകും.
ഇപ്പൊ കറിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് മീൻ കറീൻ്റെ രേഷമൊക്കെ ഉണ്ട്. പിന്നെ ഉണക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് വരുന്നുണ്ട്. ഞാനും അമ്മയും കൂടി മുട്ട വറക്കാൻ വേണ്ടി പോയി. ഞാനൊരു മുട്ട വറക്കാന്ന് വെച്ചു. ലാസ്റ്റ് പരിപാടി നമുക്കതുണ്ടെങ്കിൽ പിന്നെ സെറ്റാണ് കറി. അപ്പൊ ഈ പരിപ്പറിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമല്ല പരിപ്പ്. ഒരു ഇങ്ങനെ പരിപ്പ് വെച്ചാലും അങ്ങനെ കൂട്ടല്ലേ. ഐഡിയ അരിയല്ലേ? അതെ എനിക്ക് ഇപ്പൊ വേണ്ട, അവൾക്ക് വേണ്ട. അവിടെ ഉണ്ട്, ഇല്ലാണ്ട് നമുക്കുണ്ടോ? പൊടിപ്പിക്കാനന്ന് അമ്മ തന്നതില് ബാക്കി അരി ഉണ്ട്. ഇത് അത് വെക്കാൻ ചോറ് വെക്കാൻ തോന്നല്ലേ? ആ, ചോറൊക്കെ നല്ലതാണ്. അതെ, എനിക്കുണ്ട്. ഞാൻ ഇന്നലെ മേടിച്ചു 10:30 ഇറക്കി. ചോറ് എന്ത് ചെയ്യും? എന്റെ ചോറ് ഞാൻ മുട്ട അമ്മ ഒരു സാധനം ഇങ്ങനെ ഇല്ലേ, എടുത്തോ പറയട്ടെ. കൂടുതലാണ്. ഇല്ല, ഇത്രയും കൂടുതൽ ഞാനാണ് എടുത്തേക്കണത്. അമ്മ കുറച്ച് എടുത്തിട്ടുണ്ട്. പോരെ, വാ നടക്ക് നടക്ക്. ചോറ് പരിപ്പറിയൊക്കെ കാലിയായിട്ടാ. അതാ പരിപ്പറി ഞാനിങ്ങനെ ഒപ്പിക്കുന്നുണ്ട്. അത്ര വെച്ചിട്ടുണ്ട്. എന്നാലും ഒരാഗ്രഹത്തിന് ഞാനിങ്ങനെ പരിപ്പേറി ഒഴിച്ചെന്ന്. പിന്നെ നമ്മളെ പിന്നെ ഒരാഗ്രഹത്തിന് ഇങ്ങനെ നമ്മളെ പറശ്ശിനിയിലില്ലേ, പറശ്ശിനിയിൽ ഇങ്ങനെ ആട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ കുഴച്ചിട്ട് ഇച്ചിരി ഇളമ്പക്കൊലത്തും ഒരു ഉണക്കും പിന്നെ ലേശം മുട്ട വറുത്തതും ഇങ്ങനെ വെച്ചിട്ട് ഇത് പാടമ്പരായി. ഇങ്ങനെ വലിയ വീട്ടില തിന്നണം കേട്ടോ, ചെറിയ ഉരുള തിന്നരുത്, വലിയ വീട്ടില. ഇങ്ങനെ എടുത്തിട്ട് കൊള്ളാം കേട്ടോ, അടിപൊളി. മേലനങ്ങാണ്ട് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. മേലനങ്ങാണ്ട് തിന്നണമെങ്കിൽ ഇവിടെ വരണം, സ്വന്തം വീട്ടിൽ. അടിപൊളി. ഒരാത്തതിന് നമ്മളെ ചെമ്മീൻ അച്ചാറും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വിന്ദേച്ചീൻ്റെ നമ്മളെ ശൈലേച്ചീൻ്റെ ഹോം മെയ്ഡ് അമ്മ അച്ചാറുകൾ. പണ്ട് എൻ്റെ പേരിൽ അച്ചാറുകൾ ഇറക്കി പോലെ എൻ്റെ അച്ഛൻ എനിക്ക് സനിത അച്ചാറുകൾ ഇറക്കി. കഥ പറഞ്ഞില്ലല്ലേ, എൻ്റെ അച്ഛൻ എനിക്ക് പണ്ട് ചെറുപ്പത്തിലുണ്ട്. എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിക്കൂല. അന്ന് ഞങ്ങൾ പേരിടാൻ വേണ്ടി അടിയായിരുന്നു. എൻ്റെ അച്ഛൻ അച്ചാർ കമ്പനി തുടങ്ങി. കമ്പനി ഒന്നുമല്ല, അച്ഛൻ്റെ ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് അച്ചാറാക്കുന്ന പരിപാടി. അതിനച്ഛൻ എൻ്റെ പേരിട്ടെന്ന് സനിത അച്ചാറുകളെന്ന്. ഇന്നാണെങ്കിൽ ഇന്ദ്രി വരെ സമ്മതിക്കൂല അത്. എന്നിട്ട് എൻ്റെ പേരിൽ അച്ചാറുകൾ വിതരണമായിരുന്നു, സനിത അച്ചാറുകൾ. അതേപോലെ ഈ അച്ചാറ് ഇത് കുഴപ്പമില്ല, അമ്മ അച്ചാർ അതൊരു കോമൺ പേരാണ്, കുഴപ്പമില്ല. ഇങ്ങനെ ഒരാളുടെ പേരിലൊന്നും ഇടരുത്. അമ്മക്കും കൂടി വിവരമുണ്ടായിട്ടില്ലെന്നും. ഞാനല്ല ഇതൊക്കെ ഇടുന്നത്, നിങ്ങളുടെ അച്ഛനല്ലേ. ഞാൻ വീട്ടിലെ അച്ചാർ നാരങ്ങച്ചാറാക്കിയതാണ്. അപ്പൊ അച്ചാറാക്കിയപ്പോ അച്ഛൻ പറഞ്ഞു ഇത് ഞാൻ കൂടുതലാക്കി. അപ്പൊ ആക്കി കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് മാത്രമാണ്. നല്ല രസമുണ്ടായിരുന്നു. അത് നമുക്ക് 5-6 പേർക്ക് കൊടുക്കാനും പറഞ്ഞു. തന്നെ ഇത് ഉടുക്കച്ചോടും ഉണ്ടല്ലോ, അപ്പൊ അതിൽ കൂടി കൊണ്ടുപോയതാണ്. എന്നിട്ട് കിട്ടിയ പേര് എന്നിട്ട് എന്റേത് മോളോട് സ്നേഹം കൂടിയപ്പോ സനിത അച്ചാറുകൾ. ഇത് ആലോചിക്കാൻ വയ്യ. തീർന്നടിയടാ. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. ബാപ്പുവാ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണത്. നാളെ പോകാന്ന് പറഞ്ഞപ്പോ നാളെ പോവാ. ഞാൻ പോണെന്നാല്. അയ്യോ എൻ്റെ അമ്മച്ചേ മുടിയെല്ലാം കെട്ടട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ സ്വന്തം വീട്ടിൽ പോയി മടങ്ങുമ്പോഴും എല്ലാ പെൺമക്കളുടെ ഉള്ളിലും ഒരാദി ഉണ്ടാവും. നമ്മൾ ഈ പരീക്ഷാ പേപ്പറൊക്കെ കിട്ടുന്നതിന് മുൻപുള്ളൊരു ഇതുണ്ടല്ലോ, അതേ ഒരു ആദി. അതിന് നീ സ്ഥിരം അവിടെ തന്നെയാണല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എത്ര എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാലും നമുക്കൊരാദി നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് പറയാൻ പറ്റില്ല, അത് അനുഭവിച്ചവർക്കേ അറിയൂ അല്ലേ. അപ്പോൾ ഒന്നരാടം വന്നാലും ഡെയിലി വന്നു പോയാലും അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.